നമസ്കാരം. ഇന്ന് വളരെ സ്പെഷ്യലായ ഒരു ഐറ്റം ആണ് കേട്ടോ. കൊഞ്ചും മുട്ടയും ചേരുമ്പോൾ രുചിയുടെ ഒരു കടൽ തീരം തന്നെ ഉണ്ടാക്കുന്ന നല്ല ഒന്നാന്തരം മസാല ചെമ്മീൻ മുട്ടപ്പരി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ മുട്ടപ്പരി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നവായ വീഡിയോയിലോട്ട് പോവാം. അതിനുവേണ്ടി ആദ്യം ഒരു കൈപ്പിടി കൊഞ്ച് ഞാൻ എടുക്കുവാണേ. ഇതെല്ലാം പൊളിച്ചു വരുമ്പോഴത്തേക്കും ഒരു കൈപ്പിടിയെ കാണത്തുള്ളൂ. നമുക്കിനി കൊഞ്ചിനെ നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. ആദ്യം ആ തോടൊക്കെ എടുത്ത് കളഞ്ഞ് നെടുകെ ഒരു കുഞ്ഞു വെട്ട് കൊടുത്ത് ആ കൊഞ്ചിൻ്റെ വേസ്റ്റാണ് ആ നൂല് പോലെ കാണുന്നത്, അതൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ കൊഞ്ചും ഇതുപോലെ തോടൊക്കെ കളഞ്ഞ് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കണം. ഇനി ഇതിന് എന്തൊക്കെ പൊടികൾ വേണമെന്ന് നോക്കാം. കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 2 നുള്ള്. ഇനി ഈ പൊടികളെല്ലാം നമ്മുടെ കൊഞ്ചിലോട്ട് ചേർക്കാം. എന്നിട്ട് കൊഞ്ചിന് ആവശ്യമായ അല്പം ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞങ്ങൾ കൊഞ്ചെന്നാ പറയുന്നത്, ചിലയിടത്ത് ചെമ്മീനെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ എന്താ പറയുന്നത്? പൊടിയെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 20 മിനിറ്റെങ്കിലും നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഇനി ഓംലെറ്റിന് ആവശ്യമായ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറിവേപ്പില 1 തണ്ട്, പച്ചമുളക് 1, ചുമന്നുള്ളി 10-12 എണ്ണം. ഇനി ഇതെല്ലാം നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി 2 നാടൻ മുട്ട എടുത്തിട്ടുണ്ടേ. മുട്ട നല്ലപോലെ കഴുകിയിട്ടേ ഉപയോഗിക്കാവൂ. ഇനി അടികട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടാകുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളി എല്ലാം നല്ലപോലെ ചേർത്ത് വഴറ്റി എടുക്കണം. എനിക്ക് ഈ ഉള്ളി മൂപ്പിക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇഷ്ടമാണോ? ഇനി ഇതിലേക്ക് ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മുടെ ചുമന്നുള്ളി ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും വഴണ്ട് വന്നാൽ മതി. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി എടുത്തു വെച്ച 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. ഇവിടെ ഞാൻ 3 മുട്ട എടുത്തായിരുന്നേ. ചെയ്ത് വന്നപ്പോൾ ഒരു മുട്ടയുടെ കുറവും കൂടെ തോന്നിയുണ്ട്, ഒരെണ്ണം കൂടെ എടുത്തു. അങ്ങനെ മുട്ട 3 എണ്ണമാണ് എടുത്തേക്കുന്നത്. ഇനി ഈ മുട്ടയിലേക്ക് 1 നുള്ളു കുരുമുളക് പൊടിയും 1 നുള്ളു ഉപ്പും നമ്മൾ നേരത്തെ വഴറ്റി വെച്ച കൊച്ചുള്ളിയും ചേർത്ത് നല്ല പോലെ അടിച്ചെടുക്കണം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ നേരത്തെ ഉള്ളി മൂപ്പിച്ച പാൻ വെച്ച് അതിലോട്ട് ഒരല്പം കൂടെ എണ്ണ ഒഴിച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊഞ്ചെല്ലാം വറുത്തെടുക്കണം. നേരത്തെ നമ്മൾ ഉള്ളി മൂപ്പിച്ച എണ്ണയിലോട്ട് നമ്മുടെ കൊഞ്ചും കൂടി ഇട്ട് വറക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും വരും കേട്ടോ. ഒരു സൈഡിൽ നിന്ന് മൂത്ത് വരുമ്പോൾ മറുഭാഗം തിരിച്ച് കൊഞ്ച് നമുക്ക് റെഡിയാക്കി എടുക്കണം. കൊഞ്ച് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ട കൊഞ്ചിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ആ കൊഞ്ചിലോട്ട് നമ്മൾ തേച്ച മസാലയെല്ലാം മുട്ടയിലോട്ടുമായി നല്ല പ്രത്യേക ഒരു മണവും ഒരു കളറും മുട്ടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓംലെറ്റിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് മറുഭാഗം കൂടെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ കൊഞ്ച് തെളിഞ്ഞ് കാണുന്നുണ്ടോ? 4 എണ്ണം. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് കൂടെ റെഡിയാക്കാം. സാധാരണ ഓംലെറ്റ് റെഡിയാക്കുമ്പോൾ നമ്മൾ മുട്ടയിലോട്ട് സവാളയൊക്കെ അരിഞ്ഞ് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആദ്യമേ സവാളയും പച്ചമുളകും വഴറ്റിയിട്ട് മുട്ടയിലോട്ടിട്ട് നല്ലപോലെ അടിച്ച് പതപ്പിച്ചിട്ട് ഓംലെറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വേറൊരു ടേസ്റ്റും മണവുമായിരിക്കും. കഴിക്കുന്നവരെന്തായാലും ചോദിക്കും, ഇന്നത്തെ ഓംലെറ്റിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എന്തോ കൂടുതൽ ചേർത്തേന്ന്. അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മസാല ചെമ്മീൻ മുട്ടപ്പൊരി റെഡിയായി. സവാള വഴറ്റി ചേർത്തതിൻ്റെയും കൊഞ്ച് വറുത്തതിൻ്റെയും ഓംലെറ്റിൻ്റെ എല്ലാം കൂടെ മിക്സായൊരു നല്ലൊരു മണം കേട്ടോ. ഈ സമയത്ത് ഒരു ചെമ്മീനോട് കൂടിയുള്ള ഒരു പീസ് മുറിച്ചെടുത്ത് അങ്ങോട്ട് കഴിച്ചു നോക്കണം കേട്ടോ. എന്നാ ടേസ്റ്റാണെന്നറിയോ അന്നേരം. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള മസാല ചെമ്മീൻ മുട്ടപ്പൊരി എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ അതിനെ അറിയിക്കണേ. മറ്റൊരു സ്പെഷ്യൽ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.